Good afternoon, viewers. In the 4th June, Thursday. So, ഇന്നത്തെ മാർക്കറ്റ് ഒരു ലാക്ക് ലസ്റ്റർ മാർക്കറ്റായിരുന്നു. മാർക്കറ്റിലെ ഒരു വലിയൊരു മൂവ് ഒന്നും ചെയ്തിട്ടില്ല. അത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ നാളെ ഇപ്പോൾ RBIന്റെ ഒരു മോണിറ്ററി പോളിസി അനൗൺസ്മെന്റ് വരുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ മാർക്കറ്റ് കാം ബിഫോർ ദ സ്റ്റോം എന്ന് പറഞ്ഞ പോലെ മാർക്കറ്റ് വലിയൊരു മൂവ് കാണിക്കാൻ. പക്ഷെ എന്തായാലും ഞാൻ നിഫ്റ്റീൻ്റെ എനിക്ക് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് പറയുന്നത് വെച്ചാൽ ഈ 23,000 ആൻഡ് 23,500 റെസിസ്റ്റൻസ് കാണുന്നു. അതിൻ്റെ വേഴ്സ് സിനാരിയോയില് 23,200 ബിലോ 23,000 വരെ പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പം എല്ലാ സ്റ്റോക്സും വലിയൊരു ഇത് കണ്ടില്ല ഞാൻ. എക്സ്പെഷ്യലി പറയാന്ന് വെച്ചാൽ ഇന്ന് IT സ്റ്റോക്സ് ഒക്കെ മൂവ് ചെയ്തതിനു ശേഷം IT സ്റ്റോക്സ് വളരെ കുറച്ച് ഇന്നലെ 2 ദിവസം കറക്ഷനിലായിരുന്നു. ICICI ബാങ്ക് കുറച്ച് നല്ലൊരു മൂവ് ചെയ്തിരുന്നു. ICICI ബാങ്ക് ഈസ് ഓൾവേസ് 1,230 ആ റേഞ്ചിന്റെ ബിലോ വരുന്ന സമയത്ത് തന്നെ ഒരു ബൗൺസ് ബാക്ക് കാണുന്നുണ്ട്. അതുപോലെ വേറൊരു സ്റ്റോക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ട്രെൻഡാണ്. ട്രെൻഡിന്റെ ഇന്നത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ ട്രെൻഡ് എക്സ് ബോണസ് ആയിരുന്നു ട്രേഡ് ചെയ്യുന്നത്. സോ അത് 1:2 അഡ്ജസ്റ്റ്മെന്റിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് നിങ്ങളൊരു 20 ഷെയർ ട്രെൻഡിന്റെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 ഷെയറും കൂടി അഡീഷണലി കിട്ടും. സോ അതാണ് ട്രെൻഡ് എക്സ് ബോണസ് ചെയ്യുന്നത്. ട്രെൻഡ് ഈസ് എ വെരി സ്ട്രോങ് കമ്പനി. അത് ടാറ്റ ഗ്രൂപ്പ്സ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ബോണസ് ഷെയർ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് ട്രെൻഡിന്റെ സ്റ്റോക്സ് ഇന്ന് ആ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൺ തിങ് ഐ വാണ്ട് ടു. പിന്നെ റിലയൻസിന്റെ റിലയൻസ് ഇങ്ങനെ നമ്മളെ ബിഗസ്റ്റ് പേഴ്സൺ മുകേഷ് അംബാനിന്റെ സ്റ്റോക്ക് വൈ ഇറ്റ് ഈസ് ഈ 1,300 ആ റേഞ്ചിൽ ഹോവർ ചെയ്ത് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നേ. ഇന്നിപ്പോൾ ടെക് ഫൗണ്ടർ ഒരു ചൈനക്കാരൻ അയാളുടെ പേര് എനിക്ക് എക്സാക്ട്ലി കിട്ടുന്നില്ല. അത് എന്താ പറയുക, ടിക്ടോക്ക് ബൈക്ക് ഡാൻസ് ഒക്കെ ഉണ്ടാക്കിയൊരു ചൈനീസ് എൻ്റർപ്രൈസ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ വെരി യങ് എഞ്ചിനീയർ. അയാൾ ഈ ചൈനയിലെ ഒരു വില്ലേജിലൊരു റൂമിൽ ഇരുന്നിട്ട് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഈ ബൈക്ക് ഡാൻസും അതുപോലെ ഈ എന്താ പറയുക അഡ്വാൻസ് ആയിട്ടുള്ള ഓരോ മൊബൈൽ ആപ്പ് ഇയാൾ ഡെവലപ്പ് ചെയ്തു. ടിക്ടോക്ക് എന്നുള്ള ആപ്പ് നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ അത് ബാൻ ചെയ്തൊക്കെ. So now he has overtaken Mukesh Ambani's wealth. Mukesh Ambaniനെക്കാട്ടും ഇന്നിപ്പോൾ 93 ബില്യൺ അയാളെ വർത്ത് കാണും. അംബാനിയുടെ ആക്ച്വലി വരുന്നത് 86.9 ബില്യൺ ആണ്. സോ ഈ ടെക്നോളജി കമ്പനീസ് വളരെ വളരെ മുന്നിലാണ്. ഞാൻ പറഞ്ഞാൽ ഈ ഗൂഗിളിന്റെ മാർക്കറ്റ് വാല്യൂഷൻ നോക്കുക വെച്ചാൽ 4.5 ട്രില്യൺ ആണ്. ഇത് മിക്കവാറും രാജ്യങ്ങൾക്ക് ഇത്ര വലിയ വാല്യൂഷൻ GDP ഇല്ല. 4 ട്രില്യൺ ഒരു കമ്പനി അമേരിക്കയിലുള്ള ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനി. സോ ഇന്ത്യയിലുള്ള ഈ കമ്പനികൾ ഇനിയും ഈ ഫ്യൂച്ചർ സൺറൈസ് ഇൻഡസ്ട്രിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരിക്കും. കാരണം ഇപ്പം കേരളത്തെക്കുറിച്ച് പറയാൻ വെച്ചാൽ ഈ കേരളത്തിൻ്റെ ഒരവസ്ഥ പറയാൻ വെച്ചാൽ ഈ കേരളത്തിലുള്ള വലിയ പ്രോബ്ലം, കേരള ഡസൻറ്റ് ഹാവ് എനി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി. സോ അതെല്ലാം കൊണ്ട് തന്നെ ഇവിടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ ജോബ് വളരെ കുറവാണ് സാധ്യത. അതുപോലെ കേരളത്തിൽ എത്ര മിഡ് സൈസ് കമ്പനി ഉണ്ട്, എത്ര ലാർജ് എൻ്റർപ്രൈസസ് ഉണ്ട്, സ്മോൾ എൻ്റർപ്രൈസസ് ഉണ്ട്, ഇതൊക്കെ വളരെ കുറവാണ്. മോസ്റ്റ്ലി കേരളത്തിലുള്ള ട്രേഡേഴ്സാണ് ഞാൻ കാണുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് കേരളത്തിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഉണ്ടോ പറയേണ്ടത്. അതുകൊണ്ട് ജോബ് ക്രിയേഷനും വളരെ മോശമായിരിക്കും. സോ ദാറ്റ് ഈസ് അതർ തിങ്. വേറെ സ്റ്റോക്കിനെ കുറിച്ച് ഇന്നിപ്പോൾ ഈ ഇന്ത്യ ഈ ഇറാന്റെ വാറിന് ശേഷം ദേ ഹാവ് ഗിവൺ ലോട്ട് ഓഫ് ഡിഫൻസ് കോൺട്രാക്ട്. എത്രയോ ബില്യന്റെ ഡ്രോൺസ് കോൺട്രാക്ട് ഇന്ത്യ ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോൺ കോൺട്രാക്ട് പോകുന്നത് ചുരുക്കം കമ്പനികൾക്കാണ്. അതിലൊരു കമ്പനി ലാർസൻ ആൻഡ് ടൂബ്രോ, പിന്നെ വരുന്നത് ദാറ്റ് ഈസ് അഡാനി എന്റർപ്രൈസസ്, ഇങ്ങനെയുള്ള കമ്പനികൾക്ക് കോൺട്രാക്ട് പോകുന്നില്ല, വലിയൊരു കോൺട്രാക്ട്. അത് എത്രയോ ബില്യൻ്റെ ഡ്രോൺസിന്റെ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നു. സോ അതുകൊണ്ട് ഈ ഡിഫൻസ് സ്റ്റോക്സ് നിങ്ങൾ വാച്ച് ചെയ്യണം. ഡിഫൻസ് സ്റ്റോക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു, ആസ്ട്ര മൈക്രോവേവിനെ കുറിച്ചിട്ട്, അതുപോലുള്ള കമ്പനികൾ, പിന്നെ മിശ്ര ധാതു നിഗം, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ റീച്ച് ഷിപ്പിംഗ്, ഭാരത് ഫോർജ്. So these are the companies, ഇനി ഓൾറെഡി അതൊക്കെ റൺ അപ്പ് ചെയ്ത് കഴിഞ്ഞു. സോ യു ക്യാൻ വാച്ച് ദീസ് കമ്പനീസ്.
പിന്നെ മിക്കവാറും ഈ കമ്പനികളിൽ നിങ്ങൾ മിക്ക കമ്പനികളും എടുക്കാന്ന് വെച്ചാൽ തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ദർ ഈസ് ഹൗ യു മെഷർ ദി പ്രൊഡക്ടിവിറ്റി ഓഫ് എൻ എംപ്ലോയി. നിങ്ങൾക്ക് എങ്ങനെ ഒരു പ്രൊഡക്ഷൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ പല കമ്പനിയിലും ആ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തപ്പോൾ എംപ്ലോയീസ് ആർ നോട്ട് പെർഫോമിങ്, ഞങ്ങൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് ബാങ്കിൽ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ വർക്ക്ഷോപ്പ് ചെയ്യുന്നു. Do you give any type of training to the employee? Then how can you expect ഇവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതിനെക്കുറിച്ചിട്ട്? സോ ദാറ്റ് ഈസ് സംതിങ് ഐ വോണ്ട് ടു ടെൽ യു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഈ ജപ്പാനിലൊക്കെ എന്ന് വെച്ചാൽ അവരെ ഒരു കാലത്ത് അവർ ഷോർട്ടി പ്രോഡക്ട്സ് ആയിട്ട് ഉള്ളൊരു കൺട്രി ആയിരുന്നു. പിന്നെ അവരുടെ പ്രോഡക്ട്സ് വളരെ ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിട്ടുള്ള അവരുടെ കമ്പനികൾ ലോകത്തിലുള്ള ഏറ്റവും വലിയ കമ്പനികളായി. ജപ്പാനിലെ കമ്പനികളെ അറിയാലോ, ടൊയോട്ട അല്ലെങ്കിൽ സാനിയോ അല്ലെങ്കിൽ തോഷിബ, ഹോണ്ട, നിസാൻ, കാനോൺ, പാനസോണിക്, സുസുക്കി, ഇതൊക്കെ ലോകത്തിലെല്ലാവരും അറിയപ്പെടുന്ന ക്വാളിറ്റിയുള്ള ഒരു കമ്പനിയാണ്. അത് അവർ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കമ്പനിയാണ്. സോ ദാറ്റ് ഈസ് സംതിങ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിക്ക കമ്പനികളും ഇത് ആലോചിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കും. പിന്നെ അതുപോലെ ടൊയോട്ടൻ്റെ എൻജിൻ, ടൊയോട്ടൻ്റെ ആ മെഷീനിൽ ടൊയോട്ട ഉണ്ടാക്കിയ മെഷീൻ വേൾഡ് സ്റ്റാൻഡേർഡാണ്. ഇന്ന് പല കാർ കമ്പനികളും അതൊരു ബെഞ്ച് മാർക്കായിട്ട് ടൊയോട്ടൻ്റെ ആ മെഷീനാണ്. അത് അത്രയും പെർഫെക്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇന്നലെ ഡൽഹിയിലുണ്ടായ ഒരു ഫയറിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമ്മൾ ഒരു റിസ്ക് അസസ്മെൻ്റ് ഇല്ലാണ്ട് ഈ അത് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ഹോട്ടലിലും എന്തുകൊണ്ട് ഈ ഡയറക്റ്റ്ലി ഇതിന് ഫയർ വരുന്നു എന്നുള്ള കാര്യം വാട്ട് ഈസ് റൂട്ട് കോസ് അനാലിസിസ് ചെയ്യണം. അതിൻ്റെ ഒരു റിസ്ക് അസസ്മെൻറ്റ് എല്ലാ ആൾക്കാരും എല്ലാ അതോറിറ്റീസ് ചെയ്യേണ്ടതാണ്. ഹോട്ടൽസ് ആയാലും ശരി, ഹൈറൈസ് ബിൽഡിംഗ് ആയാലും ശരി. മിക്കവാറും ഹോട്ടൽസ് അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പം ഈ ഫ്ലാറ്റുകളൊക്കെ ഹൈറൈസ് ബിൽഡിങ്ങിൽ ഫയർ വന്ന് നിങ്ങൾ എന്താ ചെയ്യുക, വാട്ട് ഈസ് റിസ്ക് അസസ്മെൻറ്റ് ചെയ്യാറുണ്ടോ? സോ അത് ദാറ്റ് ഈസ് വാട്ട് ഈസ് വി ആർ ലാക്കിങ്. റിസ്ക് അസസ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എമർജൻസി എസ്കേപ്പ് റൂട്ട് എങ്ങനെയാണ്, ദർ ഈസ് എൻ ഓൾട്ടർനേറ്റീവ് മെത്തേഡ്. പലപ്പോഴും ഈ ഫയറിൽ ആൾക്കാർ മരിക്കുന്ന വെച്ചാൽ ഇറ്റ് ബേൺസ് എ ലങ്സ്. So that is what is the first cause of death. So this is what I want to tell. So anyway, the market market ഇപ്പോൾ ക്ലോസ് ചെയ്യാനായി ഓൾമോസ്റ്റ് 235 ആയി ഇന്നത്തെ മാർക്കറ്റ്. സോ എനിക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരു ട്രേഡിന് എനിക്കൊരു ഐ എം നോട്ട് ഇൻ ഫേവർ ഓഫ് ടുഡേസ് മാർക്കറ്റ് ഇൻട്രാഡേ ട്രേഡിൽ. ബട്ട് ദർ ആർ സോർട്ട് ഓഫ് അതർ കമ്പനീസ് യു ക്യാൻ തിങ്ക് അബൌട്ട്. അതുപോലെ ഒരു കമ്പനി ഞാൻ കാണുന്നത് എന്ന് വെച്ചാൽ ദർ ആർ BHEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, 407 രൂപയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ ക്യാഷ് ഫ്ലോ ഇൻ ഓപ്പറേഷൻ നോക്കാൻ 5837 കോടിയുണ്ട്. ഈ രാജേഷ് എക്സ്പോർട്ട് കമ്പനീൻ്റെ ക്യാഷ് ഫ്ലോ ഉള്ള മാനിപ്പുലേഷനും ഓഡിറ്റിംഗ് ഫ്രോഡും ഇതൊക്കെ ഇന്ന് വളരെ പ്രശ്നങ്ങളായിട്ടുണ്ട് രാജേഷ് എക്സ്പോർട്സ്. അതിൻ്റെ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ വലിയ ഷെയർ ഹോൾഡിങ് LIC ആണ്. സോ ദാറ്റ് ഈസ് സംതിങ് വി ഹാവ് ടു, ഇങ്ങനെയുള്ള കമ്പനികൾ വാങ്ങുന്ന സമയത്ത് യു ഹാവ് ടു സ്റ്റഡി അറ്റ്ലീസ്റ്റ് അതുപോലെ ടാറ്റ മോട്ടോഴ്സ് ഓൾസോ നൗ പെർഫോമിംഗ് വെൽ. ടാറ്റ മോട്ടോഴ്സ് ഈസ് ഡൂയിങ് വെൽ. ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്യാഷ് ഫ്ലോ ഏകദേശം 15,000 കോടിൻ്റെ അടുത്ത് ക്യാഷ് ഫ്ലോ കാണുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഒന്നും ഇല്ലയെന്ന് പറയുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം ഹൈലി ബുക്കിംഗ് ആണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ പുതിയ ഫ്യൂവൽ വരുന്നുണ്ടല്ലോ, വാട്ട് കൻ ഐ സേ, ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് വെച്ചാൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഫ്യൂവൽ. അതിനിപ്പം വരുന്നത് ഫ്ലെക്സ് ഫ്യൂവലുള്ള വണ്ടികളിലൊക്കെ എന്ന് വെച്ചാൽ ഒരു ഫ്ലെക്സിബിൾ ഒരു കമ്പ്യൂട്ടർ, ഒരു ഡാറ്റാ സെൻറ്റർ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. സോ ഇറ്റ് വിൽ അനലൈസ് പെട്രോളിൽ എത്ര എത്തനോൾ ഉണ്ട്, എത്ര പെട്രോൾ ഇതിനകത്തുണ്ട്. സോ അക്കോർഡിംഗ്ലി അതിൻ്റെ എൻജിൻ അങ്ങനെ വർക്ക് ചെയ്യാന്ന് പറയും. ഇപ്പോൾ എല്ലാ ഹൈബ്രിഡ് കാർസ്, ഇപ്പോൾ ടൊയോട്ടോ അല്ലെങ്കിൽ സുസുക്കിയൊക്കെ ഹൈബ്രിഡ് കാർസ്, ഈവൻ ഹീറോ മോട്ടോ ഇന്ന് അനൗൺസ് ചെയ്ത് ഫ്ലെക്സ് ഫ്യൂവൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫ്ലെക്സ് ഫ്യൂവൽ എത്രമാത്രം അത് എഫക്റ്റീവ് ആണെന്നുള്ള കാര്യം ബ്രസീലിലൊക്കെ വളരെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഫ്ലെക്സ് ഫ്യൂവൽ ഓൾറെഡി നമ്മളെ കാറിൽ കുറച്ച് എത്തനോൾ ഉണ്ട് ഓൾറെഡി പെട്രോൾ സ്റ്റേഷനിൽ വാങ്ങുന്നത്. ബട്ട് ദിസ് ഈസ് വാട്ട് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കൊണ്ട് ഫ്ലെക്സ് ഫ്യൂവൽ ഇനി മിക്ക കാറിലും നമ്മളെ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ വന്നത്. അതിനെ എന്താ പറയുക, E85 എന്നായിട്ട് അവർ പറയുന്നത്. എത്തനോൾ ഫ്ലെക്സ് ഫ്യൂവലിന് E85 എന്നാണ് പറയുന്നത് ആ ഫ്യൂവൽ. സോ this is all the news I saw in the market. So anyway, thank you for being my channel. Please do subscribe my channel. Have a nice day.